ഇന്ന് നമുക്ക് വിഷു സ്പെഷ്യൽ നല്ല ക്രീമിയായ സേമിയ പായസം ഉണ്ടാക്കാം. മിൽക്ക് മെയ്ഡൊന്നും ചേർക്കാതെ തന്നെ നല്ല ക്രീമിയായ നല്ല അടിപൊളി സേമിയ പായസം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇതിൽ നമ്മൾക്ക് ഇത്തിരി ചൗരിയും കൂടി ചേർക്കുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല ക്രീമിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നന്നായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സിമ്മിലിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഞാനിപ്പോൾ ഓട്ടുരുളി ആയതുകൊണ്ടാണ് സിമ്മിലിട്ട് വറുക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ കരിയാതെ നമുക്ക് കിട്ടും. ഒട്ടും തന്നെ കരിയാതെ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വറുത്തെടുക്കുക. നമ്മൾ റോസ്റ്റ് ചെയ്ത സേമിയ ആണെങ്കിൽ നമ്മൾ നെയ്യിലൊന്നും വഴറ്റിയിട്ട് വേണം ഇതേപോലെ ചെയ്തെടുക്കാൻ. ഇതേപോലെ എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉരുളിയിലേക്ക് തന്നെ ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എൻ്റെ സിമ്മിൽ തന്നെ ഇടുക. അപ്പോൾ അതിൻ്റെ ചൂട് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരും. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് അനക്കാതെ വെക്കുക. ഇനി പതുക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പതുക്കെ പതുക്കെ ഇത് ഉരുകി വരും. അങ്ങനെ നമുക്ക് കരാമൽ ചെയ്തെടുത്ത് നല്ല ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കുക. ഒട്ടും തന്നെ കരിയരുത്. കരിഞ്ഞു പോയാൽ നമ്മുടെ പായസം അതേപോലെ തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇതേപോലെ നല്ല കളറായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സ്വാദുമാണ്. അതേപോലെ നമ്മൾ ഈ പഞ്ചസാര ഈ കാരമൽ ചെയ്തത് പെട്ടെന്ന് ഇളകി വരാനും സഹായിക്കും. അപ്പോൾ നമ്മൾ ബട്ടർ ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മെൽറ്റാവുന്നവരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോഴും സിമ്മിലാണ് സ്റ്റവ് ഇട്ടേക്കുന്നത്. അതുപോലെ ഒട്ടും തന്നെ കരിയാതെ വേണം എല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കാതെ തന്നെ നമുക്ക് നല്ല അടിപൊളി പായസം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നന്നായിട്ട് ഉരുക്കി വരട്ടെ. അപ്പം ബട്ടറും പഞ്ചസാരയും നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തിളപ്പിച്ച പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ഈ കാരമൽ ചെയ്ത പഞ്ചസാര ഇളകി വരാനായിട്ട് സഹായിക്കും. പച്ചപ്പാലാണെങ്കിൽ കുറേ നേരം ഇട്ട് നമ്മൾ ഇളക്കിയതിന് ശേഷം അത് വിട്ടു വരുള്ളൂ. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേ അത് വിട്ടു വരുള്ളൂ. ഇപ്പോൾ നമ്മൾ തിളച്ച പാലായ ചേർക്കുമ്പോൾ പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് കിട്ടും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടുക. ഇതുപോലെ തയ്യാറാക്കിയാൽ നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ ഇട്ട് പായസം വെക്കുന്നത് പോലെ നമ്മൾ കഴിക്കുമ്പോൾ അതേ ഒരു ടേസ്റ്റാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും ബട്ടറും പാലും കൂടി നന്നായിട്ട് മിക്സായിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കുക. സേമിയൊക്കെ വറുക്കുമ്പോൾ ഒട്ടും തന്നെ കരിയാതെ പാകത്തിന് എടുക്കുവാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് പായസത്തിന് അതിൻ്റേതായ ഗുണവും ടേസ്റ്റും ഉണ്ടാവുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിടുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരട്ടെ. ഒരു 1-2 മിനിറ്റ് സേമിയ നന്നായിട്ട് തിളപ്പിക്കണം. ഇനി നമ്മളതിലേക്ക് കുറച്ച് ചൗവരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ചൗവരി എടുത്ത് കഴുകിയതിന് ശേഷം 1 മണിക്കൂർ നന്നായിട്ട് കുതിർത്തിയെടുക്കുക. വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തിയതിന് ശേഷം നമുക്ക് ചൗവരിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. കുതിർത്തി തന്നെ ചേർക്കണം, അല്ലെങ്കിൽ ഈ വേവില്ല. ചൗവരിയും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ സേമിയ പായസത്തിന്. ചൗരി നന്നായിട്ട് കഴുകിയതിന് ശേഷം 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇത്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. ഇപ്പോൾ ഒരു പകുതി വേവായിട്ട് വരുമ്പോഴേ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പായസം വെക്കാനുള്ളതാണ്. അപ്പോൾ പഞ്ചസാര ആദ്യം ചേർത്താൽ ഈ സേമിയ വേകാനായിട്ട് ഇത്തിരി വൈകും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കാരമൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബാക്കി 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് തിളപ്പിക്കുക. ഇളക്കി തന്നെ ഇരിക്കുക. എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുക. കൈ എടുക്കാതെ ഇളക്കിയാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഒട്ടും തന്നെ പിരിഞ്ഞു പോകില്ല. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, കുറച്ച് തിളച്ച പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ നമ്മുടെ പായസം സേമിയയും ചവ്വരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ പാകമാകുമ്പോഴാണ് നമ്മൾ പാലിൽ കലക്കി ഇതേപോലെ ചേർക്കുമ്പോൾ ഈ പായസത്തിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ അങ്ങോട്ട് മാറി നല്ല കുറുകി വരും. നല്ല ടേസ്റ്റുമാണ്. പാൽപ്പൊടിയും കൂടി ലാസ്റ്റ് ചേർത്ത് ഇത്തിരി ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി പായസമായിട്ട് കിട്ടും. അപ്പം അധികം വറ്റരുത്. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഈ പാൽപ്പൊടി ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് ഇറക്കി വെക്കണം. എന്നിട്ട് കശുവനട്ടും കിസ്മസും ഒക്കെ ഒന്ന് വറുത്തിടണം. അപ്പോൾ നമ്മുടെ പായസം എങ്ങനെയുണ്ടെന്ന് നോക്കി, സൂപ്പറല്ലേ? ഇതേ പാകമാകുമ്പോൾ ഇത്രയും മതി. ഇത്രയും ലൂസായിട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കണം. ഏലക്ക ഒരു രണ്ട് മൂന്ന് ഏലക്ക എടുത്ത് ഒരു പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച് അങ്ങോട്ട് ഇട്ട് നമുക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്ക് കാഷ്യൂനട്ടും കിസ്മസും കൂടി നന്നായിട്ട് വറുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം അടിപൊളിയായിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് അങ്ങനെ അനക്കാതെ വെച്ചേക്കണം. അപ്പോഴേ നല്ല പാകത്തിന് കിട്ടുള്ളൂ. അപ്പോൾ അടിപൊളി പായസമല്ലേ, കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ? അപ്പോൾ ഈ വിഷുവിന് നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പായസം ഉണ്ടാക്കി നോക്കൂ. വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്, നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ അടിപൊളി പായസമാണ്. ഈ ചവ്വരിയും കൂടി ചേർക്കുമ്പോഴാണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം നമ്മളിതിൽ സാധാരണ സേമിയ വെക്കുന്നതിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ പഞ്ചസാര കാരമൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചവ്വരി ചേർത്തിട്ടുണ്ട്, ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യോ ബട്ടറൊക്കെ ചേർക്കണമെങ്കിൽ ഈ സമയത്തൊക്കെ ചേർക്കാം. അപ്പം ഞാൻ അധികം നെയ്യും ഇല്ലാതെയാണ് നമ്മൾ ഈ പായസം വെച്ചേക്കണം. നല്ല ചവ്വരിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അടിപൊളി പായസമാണ്. നല്ല സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ നല്ല സൂപ്പർ പായസമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വിഷുവിന് ഇത് തന്നെ നമ്മുടെ പായസം. ഇപ്പോൾ സേമിയ ചവ്വരി അടിപൊളി പായസം റെഡി. നമുക്കൊന്ന് പാത്രത്തിലേക്ക് എടുത്ത് നോക്കാം. നല്ല സൂപ്പറല്ലേ? അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും ഹാപ്പി വിഷു ആശംസകൾ നേരുന്നു. സൂപ്പർ റെസിപ്പിയാണ് ഇത്. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.